സർക്കാരിന്റെ PM ട്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിൽ ശക്തമായ പ്രതിഷേധമാണ് CPM കേന്ദ്ര നേതാക്കൾക്കിടയിൽ ഉള്ളതെന്നാണ് ലഭിക്കുന്ന സൂചന. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അവരുടെ അതൃപ്തി PB അംഗങ്ങളെയും പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെയും അറിയിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ CPM നേതാക്കളും ശക്തമായ പ്രതിഷേധത്തിലാണ് ഉള്ളത്. PM ട്രീ പദ്ധതിയിൽ ഒപ്പിടാതെ മമതാ ബാനർജി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് പശ്ചിമ ബംഗാളിലെ CPMനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇതോടെ വിഷയം ചർച്ച ചെയ്യാൻ CPM കേന്ദ്ര കമ്മിറ്റി യോഗം വിളിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മുഖ്യമന്ത്രി നേരിട്ട് CPI നേതാക്കളുമായി ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുനിലപാടിനെതിരായ എന്തെങ്കിലും കരാറിലുണ്ടെങ്കിൽ കരാർ നടപ്പാക്കില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് പാർട്ടിയിലും മുന്നണിയിലും ഉയർന്നു വന്ന പൊതുവികാരം മുൻനിർത്തിയാണ്. SFI DYFI അടക്കമുള്ള CPMന്റെ വർഗ ബഹുജന സംഘടനകളും ശക്തമായ പ്രതിഷേധത്തിലാണുള്ളത്. SFI അഖിലേന്ത്യാ നേതാക്കൾ ഇക്കാര്യത്തിൽ തങ്ങൾക്കുള്ള ആശങ്ക CPM കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ എത്രമാത്രം പ്രതിഷേധമാണ് SFIക്കുള്ളതെന്നത് വ്യക്തമാണ്. വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒറ്റുകൊടുക്കുന്ന സമീപനം ഏത് കോണിൽ നിന്നായാലും എതിർക്കുമെന്നാണ് ശരത് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത്. സംഘപരിവാർ കീഴടക്കുന്ന വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലും നാട്ടിൻ പുറങ്ങളിലും ചർച്ച ചെയ്തതും സമരം നടത്തിയതും SFI ആണ്. ആ മുദ്രാവാക്യങ്ങളെ ഒറ്റുകൊടുക്കുന്ന സമീപനം തിരുത്തേണ്ടതാണ് എന്ന് സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കീഴടങ്ങൽ മരണവും ചെറുത്തുനിൽപ്പ് പോരാട്ടവുമാണെന്നാണ് SFI ജില്ലാ സെക്രട്ടറി കുറിച്ചിരുന്നത്. ഈ പോസ്റ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ വ്യാപകമായാണ് ഇപ്പോഴും പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നയപരമായും രാഷ്ട്രീയമായും എതിർത്ത ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ, അതായത് NEPയുടെ ഭാഗമായുള്ള PM ട്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് കൃത്യമായ നയവ്യതിയാനമായാണ് ഇടതുപക്ഷ സംഘടനകൾ വിലയിരുത്തുന്നത്. സർക്കാർ നടപടിയെ എതിർത്ത് ശക്തമായി രംഗത്ത് വന്നത് CPIയും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുമാണെങ്കിലും CPM അണികളിലും അനുഭാവികളിലും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കീഴടങ്ങിയെന്ന ആരോപണം ഇടതുപക്ഷത്ത് നിന്ന് തന്നെ ഉയരുമ്പോൾ ആ വിമർശനം ഇടതുപക്ഷ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും മനസ്സിനെ വല്ലാതെയാണ് പിടിച്ചുലച്ചിരിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാനാണ് PM ട്രീ നടപ്പാക്കുന്നതെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെയും സർക്കാരിന്റെയും വിശദീകരണം ഒന്നും തന്നെ സ്വന്തം പ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റാൻ കാരണമായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണവും വാണിജ്യവൽക്കരണവും ലക്ഷ്യമിട്ടാണ് NEP എന്നാണ് CPMഉം CPIയും മറ്റ് ഇടതുപക്ഷ സംഘടനകളും പൊതുവായി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഗാന്ധി വധവും ഗുജറാത്ത് കലാപവും മുഗൾ ഭരണവും ഒക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന വിമർശനവും വ്യാപകമായാണ് ഇടതുപക്ഷം ഉയർത്തിയിരുന്നത്. CPM മധുര പാർട്ടി കോൺഗ്രസ് തന്നെ NEP അപകടകരമാണെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച ഒരു നിലപാട് തിരുത്താൻ CPM നേതൃത്വം നൽകുന്ന സർക്കാരിന് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് CPMൽ നിന്ന് ഉയരുന്ന ചോദ്യം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നതും വ്യക്തമാണ്. NEP വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി സംസ്ഥാനങ്ങളിൽ നടപ്പാക്കണമെന്നാണ് PM ട്രീ ധാരണാപത്രം നിർദ്ദേശിക്കുന്നത്. PM ട്രീ സ്കൂളിൽ NEP ചട്ടക്കൂട് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും വേണം. അതിനാൽ NCERT സിലബസ് പിന്തുടരാനും കേരളം നിർബന്ധിതമാവും. PM ട്രീ സ്കൂളിൽ കേന്ദ്ര സിലബസും മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന സിലബസുമാവുന്നത് പൊതുവിദ്യാലയങ്ങൾ രണ്ട് തട്ടിലാവുന്നതിനും ഇടയാക്കും. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നതാണ് ഇടതുപക്ഷ നേതാക്കളും പ്രവർത്തകരും ഉയർത്തുന്ന ചോദ്യം. PM ട്രീ നടപ്പാക്കാൻ സമ്മതിച്ചതോടെ കേന്ദ്ര സർക്കാർ നയം തത്വത്തിൽ കേരളം അംഗീകരിച്ചതിന് തുല്യമായാണ് മാറിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് 21ാം നൂറ്റാണ്ടിൽ വേണ്ട ശേഷി അഭിമുഖീകരിക്കാനാവും വിധമുള്ള മാതൃകാ വിദ്യാലയങ്ങളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ട്രീ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർവഹണവും മികവും പ്രദർശിപ്പിക്കാനുള്ളതാണ് ഈ വിദ്യാലയങ്ങളെന്നും മാർഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2023-27 വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതി കൂടിയാണിത്. രാജ്യത്ത് 14,500 PM ട്രീ സ്കൂളുകൾ വികസിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഒരു എലിമെന്ററി സ്കൂൾ, ഒരു സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതമുണ്ടാകും. സംസ്ഥാനത്തെ 300ഓളം പൊതുവിദ്യാലയങ്ങൾ ഇത്തരത്തിൽ കേന്ദ്രം വികസിപ്പിക്കും. അവയിൽ PM ശ്രീ സ്കൂളായി തിരിച്ചറിയാവുന്ന തരത്തിൽ പേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും സഹിതമുള്ള ബോർഡുകളുമാണ് സ്ഥാപിക്കുക. PM ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ 2023-24 അവസാന പാദം മുതലാണ് കേന്ദ്രം ഫണ്ട് തടഞ്ഞിരുന്നത്. കഴിഞ്ഞ 2 വർഷത്തിൽ 1200 കോടിയാണ് മരവിപ്പിച്ചിരുന്നത്. SSK പദ്ധതികൾ താളം തെറ്റുകയും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയും ചെയ്തതോടെയാണ് കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങി ധാരണാപത്രത്തിൽ ഒപ്പിടാൻ നിർബന്ധിതമായതെന്നാണ് സർക്കാർ ഭാഷ്യം. എന്നാൽ കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങാതെ മമതാ ബാനർജിയും MK സ്റ്റാലിനും സ്വീകരിച്ച നിലപാട് പിണറായി വിജയൻ സ്വീകരിക്കാതിരുന്നത് ദുരൂഹത ഉയർത്തുന്നതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റ് പദ്ധതികൾക്ക് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിന് ഒപ്പിടുന്നത് പോലെ നിസ്സാരമായി കണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട കേരള സർക്കാർ നടപടി രാഷ്ട്രീയ നിരീക്ഷകരെയും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. RSS അജണ്ട നടപ്പാക്കാൻ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ വിജയം തന്നെയാണെന്നതാണ് അവരുടെ വിലയിരുത്തൽ. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതും യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതും മാതാ അമൃതാനന്ദമയ്യെ സാംസ്കാരിക മന്ത്രി ആലിംഗനം ചെയ്തതിനും പിന്നാലെ നടന്ന പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് പൊതുസമൂഹം ഇപ്പോൾ PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിനെയും നോക്കിക്കാണുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകേണ്ടത് പിണറായി വിജയനാണ്. പാർട്ടി നിലപാടിന് മുകളിൽ ആരും പറക്കില്ലെന്നത് പഴയ ചരിത്രമാണെങ്കിൽ അതിന്റെ മറുപടി CPM കേന്ദ്ര നേതൃത്വവും നൽകേണ്ടതുണ്ട്. നയപരമായി ഒട്ടും വിട്ടുവീഴ്ചയില്ലെന്നും NEP-യിലുള്ള എതിർപ്പ് തുടരുമെന്നുമുള്ള CPM സംസ്ഥാന നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും വാദം PM ശ്രീ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ക്ഷണം തന്നെ പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് സവർക്കറെ കുറിച്ചും ഹെഡ്ഗേവാറിനെ കുറിച്ചും ഇനി കേരളത്തിലെ കലാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ്. അത്യന്തം അപകടകരമായ സാഹചര്യമാണിത്. CPM കേന്ദ്ര കമ്മിറ്റി വിളിച്ചു ചേർത്ത് ഉടൻ തിരുത്തൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ കേരളവും അധികം താമസിയാതെ തന്നെ ഓർമ്മയായി മാറും. അതാകട്ടെ വ്യക്തവുമാണ്.